ഫെമിനിസ്റ്റുകളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ആണുങ്ങളല്ല, പെണ്ണുങ്ങളാണ് എന്ന് വിചാരിച്ച് ഫെമിനിസ്റ്റുകൾക്ക് ആണുങ്ങളുടെ അടുത്ത് ദേഷ്യമില്ല എന്ന് വിചാരിച്ച് കളയരുത്. ഇവളുമാർ പെണ്ണുങ്ങളെ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നതിന് ചില പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഫെമിനിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം പെണ്ണുങ്ങൾ ഒപ്രസ്ഡ് ആണ്, ആണുങ്ങൾ ഒപ്രസേഴ്സ് ആണ്. പെണ്ണ് ഒപ്രസ്ഡ്, ആണ് ഒപ്രസർ. സിമ്പിൾ, ഈസി ടു റിമെമ്പർ. പെണ്ണുങ്ങൾ ഒപ്രസ്ഡ് അല്ല, മറിച്ച് ആണുങ്ങളിൽ അവർ ഡിപ്പെൻഡൻ്റ് ആണ്. ഉദാഹരണത്തിന് കുട്ടികൾ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മൾ അവരെ ഒപ്രസ് ചെയ്യണമെന്ന് പറയാൻ പറ്റത്തില്ല. കുട്ടികളെ നമ്മൾ നോക്കുന്നുണ്ട്, ഫിസിക്കലി എക്കണോമിക്കലി ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ വളർച്ചയിലേക്ക് നമ്മൾ സഹായിക്കുന്നുണ്ട്. കുട്ടികളെ അവരെ നമ്മൾ ഒപ്രസ് ചെയ്യാമെന്ന് പറയാൻ പറ്റത്തില്ല. ആണുങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന പെണ്ണുങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ നിങ്ങളടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു പെണ്ണിന് ആണിന് എന്തൊക്കെ ഓഫർ ചെയ്യാനുണ്ട്. കമ്പാനിയൻഷിപ്പ്, സെക്സ്, ഫുഡ്, കുക്കിങ്, ക്ലീൻ. ഒരു പെണ്ണ് പറയുന്നത് ഞാൻ ഇത്രയും കാര്യങ്ങൾ തരാം, നീ എന്നിൽ കമ്മിറ്റഡ് ആയി നിൽക്കണം. ഫ്രീക്വൻ്റ്ലിയോ അല്ലാതെയോ ഒരു പയ്യൻ പെൺകുട്ടികളെ വളച്ച് കളിക്കാറുണ്ട്. അവന് കമ്പാനിയൻഷിപ്പും സ്നേഹവും മെയിൽ ഫീമെയിൽ സുഹൃത്തുക്കളും നല്ലത് കിട്ടാറുണ്ട്. അവൻ്റെ പൈസ ഉള്ളതുകൊണ്ട് ഇഷ്ടമുള്ള ഫുഡ് അവന് ഇഷ്ടമുള്ള സമയത്ത് കഴിക്കാം. അവൻ ഓർഗനൈസ്ഡ് ആയതുകൊണ്ട് വീട് ക്ലീൻ ചെയ്യാൻ ഒരാൾ ആവശ്യമില്ല. ഒരു പെൺകുട്ടിക്ക് പിന്നെ ഓഫർ ചെയ്യാൻ വേറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ ആവശ്യം ആണുങ്ങളെക്കാളും. ആണുങ്ങൾ കുറേ കൂടെ ഫ്രീ ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ സൊസൈറ്റി നമ്മുടെ അടുത്ത് പറയുന്നത്, അല്ല നീ പൂർണ്ണനായ ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ, നിനക്ക് സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ നീ കല്യാണം കഴിക്കണം എന്നൊക്കെയാണ്. കല്യാണം ഇമ്പോർട്ടൻ്റ് അല്ല, അല്ലെങ്കിൽ മാരേജ് ലൈഫിന് വാല്യൂ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. സൊസൈറ്റി കല്യാണം കഴിക്കാത്തൊരു ട്രീറ്റ് ചെയ്യുന്നൊരു പ്രത്യേക രീതിക്കാണ്. ഒരു പോപ്പുലർ ഫെമിനിസ്റ്റ് സ്ലോഗൻ ഉണ്ട്, ഹസ്ബൻഡ് ഇല്ലാത്തൊരു വൈഫ് എന്ന് പറയുന്നത് ബൈസിക്കിൾ ഇല്ലാത്തൊരു മീനിനെ പോലെയാണ്. കാരണം ഒരു മീനിനെ ബൈസിക്കിൾ വേണ്ടല്ലോ. ഇത് നമ്മുടെ കാര്യത്തിലാണ് കുറേ കൂടി ട്രൂ. നമുക്ക് ഇവളുമാരെ വലിയ ആവശ്യമൊന്നുമില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സിസ്റ്റം ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത്, എക്കണോമിക്കായിട്ടുള്ള ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഒരു യുദ്ധം, ഒരു കലാമിറ്റി, ഒരു വാട്ട് എവർ ദാറ്റ് ഈസ്, ആണിൻ്റെ സഹായം ഇവർക്ക് നല്ല രീതിയിൽ ആവശ്യമുണ്ട്. ഭാര്യമാർ, കുടുംബിനികൾ അവർ ഭർത്താക്കന്മാരെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അവരുടെ റോളൊന്നും നമ്മൾ കുറച്ച് കാണുകയല്ല. ഡെമോക്രസി, പീസ്, വാട്ട് എവർ ദാറ്റ് ഈസ്, ഈ ഒരു സിസ്റ്റം പീസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാനും മെയിൻറ്റെയിൻ ചെയ്യാനും ആണിൻ്റെ ഫിസിക്കൽ പവറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നിന്ന് ആണിനെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാമെന്നൊക്കെ പറയുന്നതൊക്കെ വളരെ നല്ല രസമുള്ള കാര്യമാണ്. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പെണ്ണുങ്ങൾ ആണിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ ഫിസിക്കൽ സെക്യൂരിറ്റി കിട്ടുന്നു, എക്കണോമിക് സെക്യൂരിറ്റി കിട്ടുന്നു. ഭാര്യമാരാകുന്ന സമയത്ത് എക്കണോമിക് സെക്യൂരിറ്റി കിട്ടുന്നു. ഇത് ഓപ്പറേഷനല്ല, മറിച്ച് ഇതൊരു ഡിപ്പെൻഡൻസിയാണ്. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഒരു ഭാര്യമാർ ചില്ലായിട്ട് വീട്ടിലിരുന്ന് കുഞ്ഞുങ്ങളെ നോക്കുന്നത് തെറ്റായിട്ടൊരു കാര്യമാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഫെമിനിസ്റ്റുകൾ നോക്കുന്ന സമയത്ത് ഇത് ഓപ്പറേഷനാണ്. എന്തുകൊണ്ട് വീട്ടമ്മമാർ ഇതൊക്കെ കളഞ്ഞിട്ട്, പ്രത്യേകിച്ച് ഈ 2K കൊച്ചു പെമ്പിള്ളേരുണ്ട്, അവൾമാർ ചിന്തിക്കും എന്തുകൊണ്ടാണ് ചേച്ചിമാർ കല്യാണം കഴിക്കുന്നത്, എന്തുകൊണ്ടാണ് ആൻറ്റിമാർ കല്യാണം കഴിക്കുന്നത്, എന്തുകൊണ്ട് ഭർത്താക്കന്മാരെ വിട്ട് അവളുമാർക്ക് വീട്ടിൽ നിന്ന് പുറത്ത് വന്നുകൂടാ എന്ന് ചിന്തിക്കുന്നത്. ഒരു പെൺകുട്ടി സാധാരണഗതിയിൽ മനസ്സിലാക്കുന്ന കാര്യമാണ്, അച്ഛൻ കെയർ ചെയ്യുന്നു, അമ്മ കെയർ ചെയ്യുന്നു, സമൂഹം കെയർ ചെയ്യുന്നു, നിയമം ഞങ്ങളെ കെയർ ചെയ്യുന്നു, ഭരണഘടന ഞങ്ങളെ കെയർ ചെയ്യുന്നു, എല്ലാവരും ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഈവൻ അൺപ്ലസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും, എടാ കൊച്ചല്ലേ, പെൺകൊച്ചല്ലേ, അവളെ കേൾപ്പിക്കേണ്ട, അവളെ കാണിക്കേണ്ട എന്ന രീതിയിൽ ഒരു പ്രൊട്ടക്റ്റീവ് ബബിളിലാണ് പെൺകുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നത്. അൺപ്ലസൻറ്റും ഹാർഷായിട്ടുള്ള കാര്യങ്ങൾ കേൾപ്പിക്കാതെയും അവളുമാരുടെ അടുത്ത് കൊണ്ടുവരാതെയാണ് ഗേൾസിനെ സാധാരണഗതി വളർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷേ എന്നും ഒരു പ്രൊട്ടക്റ്റീവ് ബബിളിൽ ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അവിടെ പുറം ലോകത്തേക്ക് ഇറങ്ങാൻ സ്വാഭാവികമായിട്ടും ഇൻഡിവിജ്വലായിട്ടുള്ള ഒരുപാട് അൺപ്ലസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആണുങ്ങളിൽ നിന്നും പെണ്ണുങ്ങളിൽ നിന്നും അവിടെ നേരിടേണ്ടതായിട്ട് വരും. ഒരു പെൺകുട്ടി അവരോടൊപ്പം മര്യാദയായിട്ട് പെരുമാറാം, ഒരു ആൺകുട്ടി അവരോടൊപ്പം മര്യാദയായിട്ട് പെരുമാറാം. ഇതേ കാര്യം തന്നെയാണ് ഒരു പയ്യൻ്റെ കാര്യത്തിലും. പയ്യന്മാർ അവൻ്റെ അടുത്തപ്പം മര്യാദയായിട്ട് പെരുമാറാം, പെൺകുട്ടികൾ അവൻ്റെ അടുത്തപ്പം മര്യാദയായിട്ട് പെരുമാറാം. എന്നാൽ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ഒരിക്കലും ആണുങ്ങളെ മൊത്തമോ അല്ലെങ്കിൽ പെണ്ണുങ്ങളെ മൊത്തമോ വെറുക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകരുതെന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് റിമാർക്ക് അല്ലെങ്കിൽ അവർക്ക് സൊസൈറ്റി ഒരുപാട് കാര്യം നൽകിയിട്ടുണ്ട്, പ്രശസ്തി, പണം, ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ ഇന്നും അവൾ അപ്സെറ്റാണ്, ബിക്കോസ് അവളുടെ അമ്മ അവൾക്ക് മീൻ പൊരിച്ച് കൊടുത്തിട്ടാന്നുള്ള സംഭവം. അമ്മ മീൻ പൊരിച്ച് കൊടുത്തില്ല, ഫെമിനിസം. അച്ഛൻ വിവാഹ തട്ടിപ്പുകാരനായിരുന്നു, സോ ഫെമിനിസം. ശ്രീലക്ഷ്മി അറക്കൻ്റെ ഫെമിനിസം, അങ്ങനെയൊക്കെ. മമതാ മോഹൻദാസിനെ പോലെ ഒരാൾ, പുള്ളിക്കാരിക്ക് അറിയാം, പുള്ളിക്കാരിക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്, സ്നേഹം കിട്ടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ശരിയാണ്. സോ ഞാൻ വിക്ടിംഹുഡ് അഡോപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പുള്ളിക്കാരി പറയുമ്പോൾ പുള്ളിക്കാരി ബ്രേവാണ്, ബോൾഡാണ്. പുള്ളിക്കാരിക്ക് ഒരിക്കലും ഒരു പെണ്ണായിരിക്കുന്നത് കൊണ്ട് മാത്രം പുള്ളിക്കാരി വിക്ടിമായിരിക്കണമെന്ന് പുള്ളിക്കാരി തീരുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത പുള്ളിക്കാരിക്കുള്ളപ്പോൾ, ഇത് ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടാത്തത് അതുകൊണ്ടാണ്, പ്രത്യേകിച്ച് ഫെമിനിസ്റ്റൊക്കെ.